എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിപിൻ. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീഡിയോയിൽ എങ്ങനെ നമുക്ക് ലൈറ്റ്നിങ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് പവർ ഡയറക്ടറിൽ. കാരണം എന്നോട് 2-3 കൂട്ടുകാരിങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് അവർ ഈ ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ലൈറ്റ്നിങ് ഇഫക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആർട്ടിഫിഷ്യലായിട്ട്, ആനിമേഷൻ വഴി, അല്ലാതെ എന്താ പറയുക, മറ്റുള്ള രീതിയിലല്ല. അപ്പം നമുക്ക് അതിലേക്കൊന്ന് പോവാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു നൈറ്റിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഞാൻ ആദ്യം എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ അതിൻ്റെ ഫയലുണ്ട്. അതായത് ഞാൻ പണ്ട് കാറിൽ പോകുമ്പോഴത്തേക്കിനും ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട്. നമുക്ക് ആ വീഡിയോ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ പവർ ഡയറക്ടറി കൊണ്ട് പ്ലേസ് ചെയ്യാം. വീഡിയോസിൽ നിന്ന് വീഡിയോ സെലക്ട് ചെയ്തു, പവർ ഡയറക്ടറിലിട്ടു. ഇനി അത് നമുക്ക് നമ്മുടെ റോളിലൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ഓഡിയോ കട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഓഡിയോ കട്ട് ചെയ്തു. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നൈറ്റിൽ നമ്മൾ പോകുന്ന ഒരു വീഡിയോയാണ്. അപ്പം നമുക്ക് ഈ വീഡിയോയുടെ ഒരു മിഡിലായിട്ടാണ് ലൈറ്റ്നിങ് ഇഫക്റ്റ് ആഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നേരെ എഫക്ട്സ് എന്ന് കൊടുത്തേക്കുന്ന എഫക്ട്സ് റൂമിൽ ചെല്ലുന്നു. ഇതിനകത്ത് ഇങ്ങനെ കുറേ എഫക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ലൈറ്റ്നിങ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അത് നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് എടുക്കണം. ലൈറ്റ്നിങ് ഇത് നമ്മൾ സെർച്ച് ചെയ്തെടുത്ത് ഈ എഫക്ട്സ് ബാറിലോട്ട് നമ്മൾ ആഡ് ചെയ്തു. കണ്ടില്ലേ? ഇത് ആഡ് ചെയ്ത ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ, ഇതൊന്ന് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്, ഇതിന് ഇത്രയും ഒരു ലെങ്ത്തിൻ്റെ ആവശ്യമില്ല അല്ലേ. എപ്പോഴും ഇടിമിന്നലെന്ന് പറഞ്ഞാൽ ഏതാനും സെക്കൻഡുകൾ മാത്രം, മൈക്രോ സെക്കൻഡ്സ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ലൈറ്റ്നിങ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നമ്മളങ്ങ് മാക്സിമം അങ്ങ് കുറച്ചു. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനു മുമ്പായിട്ട് ഇത് ആപ്റ്റ് ആകുന്ന ഒരു പ്ലേസ് കൂടെ നമുക്കൊന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം സ്കൈ അത്യാവശ്യം കാണുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആ ലൈറ്റ്നിങ് എഫക്റ്റിനെ മാറ്റി. ഇനി ചെയ്യേണ്ടത് അതിൻ്റെ സൈസും കാര്യങ്ങളുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതിന് നമ്മൾ ആ റോളിൽ ചെന്നിട്ട് അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും എഡിറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും കീ ഫ്രെയിം എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൂടെ വരും. അതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് പൊസിഷൻ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. നമുക്കതാണ് ആവശ്യം. അതിനു മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇഫക്റ്റിനകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സൈസ് കുറയ്ക്കണം, എന്നല്ലേ കറക്റ്റ് നമുക്കിത് സ്കൈയിൽ ആയിട്ട് നമുക്ക് നിർത്താനൊക്കത്തുള്ളൂ. ഇത് വല്ലാണ്ട് സൈസ് കൂടി നിന്ന് കഴിഞ്ഞാൽ അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. ഇനി ചെയ്യേണ്ടത്, ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആ സൈസ് അങ്ങ് കുറഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ പൊസിഷനാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പൊസിഷനാണ്. അപ്പം സൈസ് ഓൾമോസ്റ്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ
ഏതായാലും റോഡിൽ കൂടി വരത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എക്സ് ഓഫ് സെറ്റാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. ഇപ്പോൾ 108 കിടക്കും. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങോട്ട് കുറച്ച് മാറും. ഇനി നമുക്ക് ചെയ്യേണ്ടത് വൈ എന്ന് പറഞ്ഞാൽ മേപ്പോട്ട് ഇത് കുറച്ചൊന്ന് മുകളിലേക്ക് നമുക്ക് കയറ്റാം. അതായത് റോഡിൽ മുട്ടി നിൽക്കരുത്. ഓക്കെ, ഒരു വണ്ടിയുടെയൊക്കെ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ മണ്ട വരെ എത്തി. ഓക്കെ, ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇപ്പോൾ ശരിയായിട്ടുണ്ട്. അതായത് വീഡിയോയുടെ ലെങ്ത്ത് നമ്മൾ കുറച്ച് അതിൻ്റെ എന്താ പറയുക ഡെപ്ത്തൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സീനിലേക്ക് എന്താ പറയുക മിന്നലിൻ്റെ എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പോലെ നമുക്ക് അതിൻ്റെ ഔട്ട് എടുക്കാം. ഔട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് ആദ്യം സേവ് ചെയ്ത് വെക്കണം. സേവ് ചെയ്യുന്ന കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെ മടുപ്പിക്കാനൊന്നുമല്ല. എപ്പോഴും നമ്മുടെ സോഴ്സ് ഫയൽ നമ്മുടെ കയ്യിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഫ്യൂച്ചറിൽ എന്തെങ്കിലും യൂസിന് ഇതെടുത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോറി, ടൈപ്പ് ചെയ്ത് വന്നില്ല. ലൈറ്റ് എന്ന് പേര് കൊടുത്തത് സേവ് ചെയ്തു. ഇനി വീണ്ടും പഴയ പോലെ തന്നെ നമുക്ക് പ്രൊഡ്യൂസിൽ പോകാം. പ്രൊഡ്യൂസിൽ പോയിട്ട് ഇതിൻ്റെ ഔട്ടൊന്ന് എടുക്കാം. കാരണം ഔട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ എന്താ പോകേണ്ട ലൊക്കേഷൻ, പവർ ഡയറക്ടറിയും പോകണ്ട, നേരെ നമ്മുടെ ചൂസ് ചെയ്തിരിക്കുന്ന ഫോൾഡറിൽ തന്നെ പോയി കിടന്നാൽ മതി. എന്നെങ്കിലേ നമുക്കത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യത്തുള്ളൂ. 18-ാം തീയതി ലൈറ്റ് എന്നുള്ള പേരിൽ തന്നെ എന്താ ചെയ്തു. നമുക്കിനി സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും അത് പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആകുന്നുണ്ട്. നേരത്തെ അത്ര ലാഗൊന്നും വരുന്നില്ല. ഓക്കെ, ബിങ്കോ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്ത ശേഷം അതൊന്ന് ബിഗ് സ്ക്രീനിൽ കണ്ടു നോക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. എഡിറ്റ് ചെയ്താൽ മാത്രം പോരാ, ജസ്റ്റ് അത് കാണുന്നത് നന്നായിരിക്കും. എന്നാലേ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. ഇത് വളരെ സെക്കൻഡുകൾ മാത്രമുള്ളൊരു വീഡിയോയാണ്. എന്തെങ്കിലും വന്നോ എന്നൊന്ന് നോക്കാം. വലിയൊരു വൃത്തികേടില്ല. അത്യാവശ്യം ഒരു ഷോർട്ട് ഫിലിമിനും കാര്യങ്ങൾക്കുമൊക്കെ നമുക്ക് ഈ ഒരു എഫക്റ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് വലിയ മോശമൊന്നുമില്ല. ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഈ ഒരു പരീക്ഷണം വിജയിച്ചു എന്ന് പറയാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഞാൻ പ്ലേസ് ചെയ്യാം. അതിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്ത് ചോദിക്കുക. ഇംഗ്ലീഷിലോ മംഗ്ലീഷിലോ മലയാളത്തിലോ ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ അതിന് റിപ്ലൈ തരാം. മറ്റ് ഭാഷകളിലേക്കൊന്നും പോലെ അതെനിക്കറിയാൻ മേല. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എനിക്കൊരാഗ്രഹമുണ്ട്, ഒരു 1K സബ്സ്ക്രിപ്ഷനിൽ ചെല്ലണമെന്നുള്ളത്. ഇതുവരെ അത് സാധിച്ചിട്ടില്ല. 3 വീഡിയോ എബോവ് 1K ആയിട്ടുണ്ട്. അപ്പം ഈ ആഗ്രഹം കൂടെ നിങ്ങൾ കാണുന്നവരൊന്ന് സാധിച്ചു തരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പം വീഡിയോ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുമെന്നുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.